ജിങ്ജു കാറ്റ്സിൽ ഇതുവരെ. ഞാൻ പറഞ്ഞപ്പോ ആരും വിശ്വസിച്ചില്ല. ഒടുവിൽ ഞാൻ തന്നെ ആ ടവർ കണ്ടെത്തി. ട്രൂപ്പ് ഹോപ്പിലെ ലീഡറായ ടാങ്മിങ് അവിടെയുള്ള രാക്ഷസന്മാരെയൊക്കെ തടഞ്ഞു നിർത്തിയപ്പോ നമ്മൾ എല്ലാവരും കൂടെ ടവറിനകത്ത് കയറി. അതിനകത്ത് കയറിയപ്പോ എന്റെ ദൈവമേ, അവിടെയും രാക്ഷസന്മാര്. എനിക്കാണെങ്കിൽ പിന്നെ പേടിയെന്ന് പറയുന്ന സംഭവമേ ഇല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ എല്ലാവരും കൂടെ ആ കെണികളെയൊക്കെ അങ്ങ് നേരിട്ടു. ഈ രാക്ഷസന്മാര് തലങ്ങും വിലങ്ങും ഞങ്ങളെ ദ്രോഹിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ ഞങ്ങളെ വിട്ടുകൊടുത്തില്ല. ഞങ്ങളുടെ പൂർണ്ണ ശക്തി കൊടുത്ത് ഞങ്ങളും അവരെ നേരിട്ടു. അവിടെ നിന്ന് മാജിക് ഗോങ്ങിന്റെ അടുത്തേക്ക് പോകുമ്പോൾ മൂന്ന് ഒടുക്കത്തെ സംശയം, മാജിക് ഗോങ് ടവർ സത്യമാണോ അല്ലേ എന്ന്. ഒരു വിധത്തിൽ അവനെ പറഞ്ഞു മനസ്സിലാക്കി ഞങ്ങൾ മുകളിലേക്ക് പോയി. മാജിക് ഗോങ് വീണ്ടും സൂര്യോദയം ഭാഗം 2. മാജിക് ഗോങ് ഒന്നും യാഥാർത്ഥ്യമേ അല്ല. ഞാനിതിൽ എക്സ്പെർട്ട് അല്ല. ഇങ്ങനെ പതുക്കെ വന്നാൽ ഒരിക്കലും എത്തില്ല. എനിക്ക് ഐതിഹ്യത്തിൽ വിശ്വാസമുണ്ട്, അത് യാഥാർത്ഥ്യമാണ്. ശ്രദ്ധിച്ച്. അയ്യോ, ഇതെങ്ങനെ സംഭവിച്ചു? എന്തെങ്കിലും പറ്റിയോ? നീ എപ്പോഴും ഇങ്ങനെയാണല്ലോ. എന്നെ എന്തിനാ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? ഇല്ല, പിടിച്ചോ. ഇവിടെ വാ. ഇത് ഞാനിപ്പോ ശരിയാക്കി തരാം. പിന്നെ വെറുതെ വിടില്ല. രാക്ഷസന്മാർ ഇവിടെ അടുത്തെത്തി. ഇനി എന്നെ പരീക്ഷിക്കരുത്. ഇതൊരു കെണിയായിരുന്നു. നീ അത് മനഃപൂർവ്വം ചെയ്തതല്ലേ? നിർത്ത്. സത്യം പറ, നീ ആരാണ്? തമാശ കളിക്കല്ലേ മച്ചാനെ. ഈ ടവറിലേക്ക് വന്നത് വെറുതെ ആയിപ്പോയി. ഇവിടെ മാജിക് ഗോങ് ഒന്നുമില്ല. പക്ഷെ ഐതിഹ്യത്തിൽ പറയുന്നത് ഐതിഹ്യം ആരെയും രക്ഷിക്കില്ല. ഈ മണ്ടത്തിൽ നീയെ വിശ്വസിക്കൂ. ജിങ്ജു ക്യാറ്റ്സ് യാഥാർത്ഥ്യമാണെങ്കിൽ മാജിക് ഗോങ്ങും യാഥാർത്ഥ്യം തന്നെയാണ്. വലിയ വാചകം അടിക്കണ്ട, നിങ്ങളും അങ്ങനെ തന്നെ. എന്നെ നിങ്ങൾ കൂട്ടത്തിൽ കൂട്ടണ്ട. മാജിക് ഗോങ്ങിൽ മുട്ടാൻ കഴിഞ്ഞാലേ ക്ലാങ്കർ ടൗണിനെ രക്ഷിക്കാൻ കഴിയൂ. വേണമെങ്കിൽ മതി. ആരോട് പറയാൻ? വാചകം അടിക്കാതെ മാജിക് ഗോങ് പെട്ടെന്ന് കണ്ടെത്ത്. ഈ രാക്ഷസന്മാരെ എന്ത് ചെയ്യും? മതിയായില്ലേ നിനക്ക്? ഇത് ഞാൻ നോക്കിക്കോളാം. നിന്റെ കാര്യം ഇനി നീ തന്നെ നോക്കിയാ മതി. ക്ലാങ്കർ ടൗൺ നിന്നെ ഉറ്റുനോക്കുന്നു, നീ അത് മറക്കരുത്. പക്ഷെ ഞാൻ ജിങ്ജു ക്യാറ്റ് ആയിട്ടില്ലല്ലോ. മാജിക് ഗോങ് കൊണ്ടൊന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നീ തന്നെ അത് കണ്ടുപിടിക്കേ. ഒട്ടും വൈകരുത്. ചെയ്തേക്കാം. നിൽക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിച്ചു പോകൂ. താങ്ക് യു. ഞങ്ങൾ നിന്നെ ഉറ്റുനോക്കുന്നു. ഹാർമണി, എനിക്ക് ശക്തി തരൂ. ഇങ്ങോട്ട് പാടാ. ഓടി ഓടി എന്റെ ഊപ്പാടിളകി. എവിടെയാ ഇത്? മാജിക് ഗോങ് അവിടെ വിളിച്ചിരിക്കായിരുന്നു. അയ്യോ, എന്റെ കാല്. വെള്ളം. ഇതെന്താ സംഭവം?
ഇതുവഴിയാണ് മുകളിലേക്ക് പോവുക. പക്ഷെ ഞാൻ എങ്ങനെ അങ്ങോട്ട് പോകും? ഇതെന്താ വെള്ളം മുകളിലേക്ക് ഒഴുകുന്നേ? ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ. വെള്ളത്തിന്റെ മുകളിലൂടെ നടക്കാൻ ഞാൻ എന്താ മാജിക്കാരനോ? ഇതെന്താ എന്നെ കളിയാക്കാണോ? ഞാൻ താറാവല്ല, പൂച്ചയാണ്. ഒരു നീന്തൽക്കാരനെ പോലും ഈ ഒരു ഗതി വരുത്തരുതേ ദൈവമേ. ഇതെങ്ങനെ മുകളിലേക്ക് പോവാനാ? ഞാനിപ്പോ എന്ത് ചെയ്യും? ചിന്തിക്ക് മുത്തേ, ചിന്തിക്ക്. ലേൽപ്പായ, നിന്നെ കൊണ്ട് സാധിക്കും. നിനക്കിത് കഴിയും. അവരിതുവരെ മാജിക് ബോൾ കണ്ടെത്തിയില്ലേ? എനിക്ക് ഇവരെ നേരിടാൻ പറ്റുന്നില്ലല്ലോ. ഐഡിയ കിട്ടിപ്പോയി. വെള്ളം തണുത്ത ഐസായാലും എനിക്ക് സിമ്പിൾ ആയിട്ട് നടന്നു പോകാം. നീ ഒരു സംഭവമാണ് ലേൽപ്പായ്. എങ്കിൽ പോയിട്ട് മഞ്ഞുകാലത്ത് വരാം. ഓർത്തോളൂ, ക്ലാങ്കർ ടൗൺ നിന്നെ ഉറ്റുനോക്കുന്നു. ഓ, ഈ രാക്ഷസന്മാരൊക്കെ മഞ്ഞുകാലം വരെ കാത്തിരിക്കോ? എന്താ ചെയ്യാ? ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. അവിടെ ഡ്രംസ് ഒക്കെ പറന്നു കിടക്കുക. ഓടക്കൊള്ളുകൾ തീ തുപ്പുന്നു. ഇവിടെയാണെങ്കിൽ വെള്ളം മുകളിലോട്ട് ഒഴുകും. മാജിക് ഗോങ് മുട്ടാൻ വരുന്നവന് ഈ പരീക്ഷകളെങ്കിലും വേണ്ടേ അല്ലേ? വായുവിലൊഴുകുന്ന ഡ്രംസിൽ ഞാൻ നിന്നെങ്കിൽ ഈ ഒഴുകുന്ന വെള്ളമൊക്കെ എനിക്ക് ചീള് കേസാ. പണി പാളി. ആവേശം കുറച്ച് കൂടി പോയെന്നൊരു സംശയം പോനെ ലേൽപ്പായ്. ചെറുക്ക, നീ അവിടെ കിടന്ന് ഉറങ്ങാണോ? ഇനി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മുകളിലേക്ക് പോകാൻ ഈ വഴി മാത്രമേ ഉള്ളൂ. മാജിക് ഗോങ് ഞാൻ കണ്ടെത്തും. ഇവിടെ നിന്ന് താഴെ വീണ് ചത്തുപോയാലും ഞാൻ എന്തായാലും ശ്രമിക്കും. ലേൽപ്പായ, നിന്നെ കൊണ്ട് സാധിക്കും. നിന്നെ കൊണ്ടല്ലാതെ ആർക്കാ ഇതിന് കഴിയാ? ഞാൻ ദാ വരാൻ പോവാണ്. ഞാനൊടുവിൽ കണ്ടെത്തി മാജിക് ഗോങ്. ആരവിടെ? മാജിക് ഗോങ് മുഴങ്ങട്ടെ. ഇതെന്താ ഒന്നും സംഭവിക്കാത്തത്? അയ്യോ, ആരാ ഇത് പൊട്ടിച്ചത്? ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്നിട്ടും എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. ഈ മണിമുഴക്കം കേട്ട് കേവസ് നശിച്ചു പോകില്ലേ? എങ്ങനെയാണ് ഞാൻ പെർപ്പച്ചയെ ഒന്ന് രക്ഷിക്കുക? എല്ലാവരും വളരെ പ്രശ്നത്തിലാണ്. ഞാനാണെങ്കിൽ പൂവിനോട് മാസ് ഡയലോഗ് അടിച്ചിട്ട് വന്നതാ. ഇനി ശശിയായി തിരിച്ചു പോയാൽ അവരെ എങ്ങനെ ഞാൻ ഫേസ് ചെയ്യും? മാജിക് ഗോങ് ഞാൻ കണ്ടെത്തി. പക്ഷെ അത് വെച്ച് എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. താങ്ക് യു മുത്തേ, താങ്ക് യു.
എന്റെ സൂര്യൻ മച്ചാനെ 1000 വെൽക്കം. എനിക്ക് നല്ല ഉറക്കം വരുന്നു. ജിങ്ജു കാറ്റ്സിൽ ഇനി വരുന്നു. ഇനി മുതൽ ഞാനാണ് ഇവിടെ ഹീറോ. ഒടുവിൽ അവരെന്റെ മഹത്വം തിരിച്ചറിഞ്ഞു. അവരെന്നെ ട്രൂപ്പ് ഹോപ്പിലെടുത്തു. ഇന്നു മുതൽ നീ ഈ മുറിയിലായിരിക്കും താമസിക്കുക. ഒരു മഹാനായ പൂച്ചയാകണമെങ്കിൽ വലിയ കഷ്ടപ്പാടുകളൊക്കെ കഴിക്കേണ്ടി വരും. എന്നാ നമുക്ക് പരിശീലനം ആരംഭിക്കാം. എന്നെ പോലൊരു ഹീറോയെ പാചകക്കാരനാക്കാമോ? കഷ്ടം. അടുത്ത എപ്പിസോഡിനെ കാത്തിരിക്കൂ. ജീവിതത്തിൽ പഠിക്കേണ്ട കാര്യങ്ങൾ ഭാഗം 1.